കളറിന്റെ പേരിലുള്ള ഒരു വേർതിരിവും അധിക്ഷേപങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അതെന്താ എന്താ ഇഷ്യൂ എന്നും വ്യക്തികളുടെ പേരൊന്നും തന്നെ ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ആ ഇഷ്യൂ എന്താ നിങ്ങൾക്കറിയാം ആദ്യം തന്നെ. പിന്നെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൈബർ ആക്രമണങ്ങൾ നമുക്ക് നേരെ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും അതിനെ കുത്തിപ്പൊക്കാത്തത്. എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം, എന്താ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ, അത് മതി. അപ്പോൾ ഇങ്ങനെ കളറിന്റെ പേരിലുള്ള ഒരു വേർതിരിവ് കലയിൽ മാത്രമായിരുന്നു ഇല്ലാതിരുന്നത്. ഇപ്പൊ കലയിലും എന്താ പറയാ വരാൻ തുടങ്ങി. പക്ഷെ ഇത് കലയിൽ മാത്രമല്ല കേട്ടോ. ഈ കളറിന്റെ പേരിലുള്ള വേർതിരിവ് നമ്മൾ കുഞ്ഞുനാളിൽ സ്കൂളിൽ പഠിക്കുന്നത് മുതൽ നമ്മുടെ വീടുകളിൽ, അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ, സമൂഹങ്ങളിൽ, പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിൽ എല്ലാം തന്നെ ഉണ്ട്. അത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. 21ാം നൂറ്റാണ്ടായിട്ടും ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ശരിയായിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ കുഞ്ഞുനാളിൽ നമ്മളിപ്പോ വീട്ടിൽ ജനിക്കുകയാണെങ്കിൽ 2 കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ ഒരു കുട്ടികൾ എന്തായാലും നല്ല ഭംഗി എന്ന് പറയുന്നത് കളറല്ല കേട്ടോ, അത് വേറെ കാര്യം. ഒരു കുട്ടി എന്തായാലും കുറച്ച് വെളുപ്പുണ്ടാവും, ഒരു ഇത്തിരി കറുപ്പുണ്ടാവും. അപ്പൊ ഓട്ടോമാറ്റിക് ഇപ്പൊ നോക്കുക, അവള് കളറുണ്ട്, നീ കളറില്ല, വലുത് കളറുണ്ട്, ചെറുത് കളറില്ല. കളർ വയ്ക്കാനായിട്ട് നീ ഇന്നത് തേക്കി ഇല്ല ഇന്നത് ആക്കുന്ന പറഞ്ഞിട്ട് വീട്ടുകാരില്ലെങ്കിൽ ചുറ്റുമുള്ള ബന്ധുക്കള് ഇല്ലെങ്കിൽ നാട്ടുകാരൊക്കെ നമ്മുടെ അടുത്ത് പറയും. അതിനുശേഷം സമൂഹത്തിന് മുന്നിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 4 കുട്ടികളുണ്ടാവും. 4 കുട്ടികളുടെ മുമ്പത്ത് നമ്മൾ നേരെ നിൽക്കുകയാണെന്ന് വെച്ചാൽ കുട്ടികളുടെ അടുത്ത് പറയും, ഇവള് ഇത്തിരി കളറുണ്ട്, ഇവള് കുറച്ച് കളർ കമ്മിയാണ്, അതുകൊണ്ട് നീ ഒന്ന് അങ്ങോട്ട് നിൽക്ക്. ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നീ കുറച്ച് അങ്ങോട്ട് നിൽക്ക്, കാരണം അവൾ ഇത്തിരി കളറുണ്ട്, അവള് ഫ്രണ്ട് വന്ന് നിൽക്കട്ടെ, നീ ഒന്ന് ഇച്ചിരി ബാക്ക് നിൽക്ക്, അങ്ങനെയെന്ന് പറയും. അപ്പൊ സമൂഹത്തിന്റെ ഒരു കുറ്റപ്പെടുത്തലായി. പിന്നെ നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ എത്ര പേര് അത് നേരിട്ടിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. നേരിട്ടിട്ടൊന്നുമില്ല, നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നന്നായി കളിക്കുന്ന കുട്ടികളുണ്ടാവും, പക്ഷെ ആ കുട്ടികൾക്ക് കളർ ഉണ്ടാവില്ല. പക്ഷെ ആ കുട്ടികളെ ഫ്രണ്ടിൽ നിർത്തില്ല, മറിച്ച് ഇച്ചിരി കളറുള്ള കുട്ടികളെ ഫ്രണ്ടിൽ നിർത്തും. ടീച്ചേഴ്സ് എന്താ പറയുക വെച്ചാൽ കളറുള്ള കുട്ടികളെ ഫ്രണ്ടിൽ നിന്നോട്ടെ, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ, ആ ഒരു ഗ്രൂപ്പ് ഡാൻസ് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കളറുള്ള കുട്ടികളെ ഫ്രണ്ടിൽ നിൽക്കട്ടെ. പക്ഷെ ആ കുട്ടി നന്നായി കളിക്കില്ലായിരിക്കും. ബാക്കി പുറകെ നിൽക്കുന്ന കുട്ടി നല്ല ഇച്ചിരി കറുത്തായിരിക്കും, പക്ഷെ ആ കുട്ടിയായിരിക്കും നന്നായി കളിക്കുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ ബാക്ക് തിരിഞ്ഞ് നിൽക്കും. അപ്പൊ ആ കുട്ടീന്റെ മുഖം കാണുമ്പോൾ ഭയങ്കര അയ്യോ നോക്ക് പാവം, ആ ഒരു വേർതിരിവ് അപ്പൊ തന്നെ അവർ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടാവും. ഈ ഇഷ്യൂ സങ്കടത്തോടെ വീട്ടിൽ പോയി പറയുമ്പോൾ ചില വീട്ടുകാരെന്ത് പറയും, പോട്ടെ മോളെ സാരമില്ല, ടീച്ചർമാരല്ലേ, കുട്ടികളല്ലേ, ഫ്രണ്ട്സ് അല്ലേ, പറഞ്ഞാൽ സാരമില്ല, അതൊന്നും ഒരു കാര്യമില്ലടാ, നമ്മൾ അന്നേ കളിച്ചില്ല, അത് മതി എന്ന് പറയും. ചില പാരന്റ്സ് പറയും, അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്, അല്ലാതെ കളറില്ലാത്ത നിന്നെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തി ആരെങ്കിലും കാണോ, ഡാൻസ് കാണോ, അത്തരം വർത്തമാനങ്ങൾ പറയും. അപ്പൊ വീണ്ടും ആ കുട്ടികളത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. അതേസമയം കുറച്ചുകൂടെ നമ്മൾ വലുതായി കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ, കോളേജിൽ പോയാലും ആ ഒരു വേർതിരിവൊക്കെ നമുക്ക് കാണാറുണ്ട്. എടി നീ ഇത്തിരി കറുത്തിട്ടില്ല, നമ്മളൊരു പ്രപ്പോസലൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രപ്പോസ് ചെയ്യാൻ ഒരു പയ്യൻ പോകുന്ന സമയത്ത്, എടാ അളിയ ആ കുട്ടി നല്ല സ്വഭാവം കേട്ടോ, ഇത്തിരി കറുത്തിട്ടുള്ള കുട്ടിയായിരിക്കും, നല്ല സ്വഭാവമാണ്, എടാ നീ പ്രപ്പോസ് ചെയ്തു നിനക്ക് കിട്ടുന്ന പറയുമ്പോൾ അവള് വേണ്ടടാ, അവള് കറുത്തിട്ട്, അവള് ഭംഗിയില്ലടാ, അവളെ കൂടെ കൊണ്ടുപോകാൻ കൊള്ളൂല, അങ്ങനെ ഒരു രീതിയിൽ പറയും. അത് നമുക്കിപ്പോൾ കല്യാണം വരികയാണെന്നുണ്ടെങ്കിലും കല്യാണം ഉറപ്പിക്കുകയാണെങ്കിലും പോലും അങ്ങനെ പറയാം, അവൾ ഇത്തിരി കറുത്തിട്ടാണ്, കുട്ടി കുറച്ച് കറുത്തിട്ടാണ്, അതുകൊണ്ട് വേണ്ട, ചെക്കത്തിരി വെളുപ്പുണ്ട്, അങ്ങനെയുള്ള രീതിയിൽ വർത്തമാനങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇത് കോളേജിലും കല്യാണത്തിന്റെ പ്രപ്പോസലും ഒക്കെ ആ ടൈമിൽ വരാറുണ്ട്. അപ്പൊ കളർ എന്തോ വലിയ സംഭവമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. പിന്നെ നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മളൊരു ബിസിനസ് കാര്യങ്ങൾക്ക് ജോലിക്ക് പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ, ജേർണലിസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത്, വീഡിയോ പ്രസന്റർ ആയിട്ട് പോകുന്ന സമയത്ത്, അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ എവിടെ നമ്മൾ ജോലിക്ക് പോകുമ്പോഴും ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകൾ, അതായത് ഇപ്പൊ നമ്മൾ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ ഫ്രണ്ടിൽ റിസപ്ഷൻ ലിസ്റ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിസപ്ഷൻ ലിസ്റ്റ് നല്ല ഭംഗി ഉണ്ടാവണം. ആ ഭംഗി എന്ന് ഉദ്ദേശിച്ച് നല്ല കളർ ഉണ്ടാവണം, കാണാൻ അത്ര ലുക്ക്, ആ കളറിലാണ് ആ ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം. അങ്ങനെയുള്ളവർ ഫ്രണ്ടിൽ നിന്നാലേ ആളുകൾ വരുന്ന ആൾക്കാർ അട്രാക്റ്റീവ് ആവും. അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ടിൽ നിൽക്കുന്നു പറയും. കറുത്തൊരാൾ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല കഴിവുണ്ടാവും, നല്ല സ്കില്ലുണ്ടാവും, പക്ഷെ എന്നാൽ പോലും എടുക്കില്ല. പല ആളുകാരും എടുക്കാൻ മടിക്കും. ഇന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു 30% ഞാൻ അത്രേ പറയുള്ളൂ, 50-50 പറയില്ല, 30% മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ന്യൂസ് ചാനലിൽ പോയിട്ട് ന്യൂസ് നന്നായി പ്രസന്റ് ചെയ്യുന്ന ഒരു കുട്ടിയായിരിക്കും. ആ കുട്ടി ഇച്ചിരി കളർ ഉണ്ടാവും. മേക്കപ്പിന്റെ പവർ നമുക്ക് വരുത്താൻ കഴിയുമെങ്കിലും ഇച്ചിരി കളറുള്ള കുട്ടികളെ ആയിരിക്കും പ്രസന്റേഷൻ ചെയ്യാൻ ആദ്യം വിടുക. പണ്ട് അങ്ങനെയായിരുന്നു. ഇപ്പൊ ഏകദേശമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ ഒരു 30% മാത്രമേ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഓരോ സ്ഥാപനങ്ങളനുസരിച്ചും ഓരോ വ്യക്തികളെ അനുസരിച്ചായിരിക്കും കേട്ടോ. ഇതാരും വിമർശിച്ചിട്ട് പറയുന്നതൊന്നുമല്ല. നമ്മൾ നേരിട്ട് കണ്ടതും നമ്മുടെ അടുത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ കേട്ടറിഞ്ഞതുമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ അങ്ങനെയായിരിക്കും
ഉണ്ടാവുക. അതൊരു വീഡിയോ പ്രസന്റർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവിടെ കഴിവിന് പ്രാധാന്യം തരുന്നില്ല, മറിച്ച് കളറിനാണ്. ആ കളർ, ആ ഒരു ഭംഗി എന്ന് പറയുന്നത് കളറിലാണ് ഉണ്ട് എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് നമ്മളിന്ന് വരുന്നത്. അപ്പൊ ഇവരുടെ ഈ പ്രസ്താവന, അതായത് നമ്മുടെ സത്യഭാമയുടെ ഈ പ്രസ്താവന ശരിക്കും ഉണ്ടാക്കാനുള്ള ഒരു കാരണം നമ്മളൊക്കെ തന്നെയാണ്, നമ്മുടെ സമുദായമൊക്കെ തന്നെയാണ് അല്ലെ. ഈ വേർതിരിവ് കാണിക്കുന്നത്, അതായത് കളറിന്റെ മേലുള്ളത് ആദ്യം ജാതിയായിരുന്നു, പിന്നെ മതമായിരുന്നു, പിന്നെ എന്താ പറയാ, ഇപ്പൊ കളറായി. കളർ പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ പറയുകയാണ് ഒരു കുട്ടിയോടും. കാരണം ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ ആ അധ്യാപികയ്ക്ക് എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കും. അതൊരു സ്കൂൾ ആയിക്കോട്ടെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കണം. അതാണ് ഒരു അധ്യാപിക എന്ന് പറയുന്നത്. നമ്മുടെ അധ്യാപകന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. എന്തൊരു സാധനം കിട്ടിയാലും എല്ലാ കുട്ടികളെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്ത് ഈക്വലായിട്ട് അവർക്ക് നൽകി ഈക്വലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്. ആരെയും പരസ്യമായിട്ട് വിമർശിക്കില്ല. ഒരു തെറ്റുണ്ടെങ്കിൽ പോലും അത് പേഴ്സണലി വന്നിട്ട് ഇതിന് തെറ്റാണെന്ന് പറയും. അതേസമയം ഒരു ക്ലാസ് മുറിയിൽ നമ്മൾ തെറ്റ് ചെയ്ത് അത് എല്ലാവരുടെ മുമ്പത്തും പറയും. അത് പക്ഷെ അപമാനിക്കുന്ന രീതിയിൽ നമ്മളെ പറയുന്നതല്ല, അപമാനിക്കുകയും ചെയ്യുന്നതല്ല. നമ്മൾ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അവർ വീണ്ടും വീണ്ടും ചെയ്യുകയാണ്. അത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വലുതായി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളൊരു അധ്യാപിക ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ജനിച്ച് വീഴുന്ന വീട് മുതൽ നമ്മൾ വളർന്നു വരുന്ന, അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, പഠിക്കുന്ന വിദ്യാലയങ്ങൾ തുടങ്ങി എല്ലാവിടെയും ഈ കളറിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങളും വേർതിരിവും ഒക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജാതിയുടെ പേരിലുള്ള വേർതിരിവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നും നടക്കുന്നുണ്ട് ചോദിച്ചാൽ സത്യമായിട്ട് നടക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ, നമ്മളൊരു സ്കൂളിൽ പോകുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, നമ്മൾ എവിടെ പോണ സമയത്തും ഒരു ജാതി സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ടല്ലേ. എന്തിനാ ജാതി സർട്ടിഫിക്കറ്റ്? ഒരു ജാതി, ഒരു മതം, ഒരു മനുഷ്യൻ, ഒരു ദൈവം പറയുന്ന ഒരു നാട്ടിൽ നിന്നിട്ടല്ലേ നമ്മളൊക്കെ വളർന്നു വരുന്നത്. അപ്പൊ ജാതി സർട്ടിഫിക്കറ്റ് ചോദിക്കും. പിന്നെ എന്തിനാണ് നമുക്ക് ഈ ജാതി സർട്ടിഫിക്കറ്റ്? അതേസമയം CAA ഒക്കെ ഇന്ത്യയിൽ നടപ്പാക്കിയ സമയത്ത് അയ്യോ മുസ്ലിമുകളെ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ മുസ്ലിമുകളെ തീവ്രവാദികളായിട്ട് മുദ്ര കുത്തുന്നു, അതിനാണ് ഈ CAA നടപ്പാക്കിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പ്രതിഷേധം ഉയർത്തിയല്ലേ. നമ്മൾ എന്തിനാ അങ്ങനെ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടത്? ആ പ്രതിഷേധം ഉയർത്തുന്ന ആളുകൾ എന്താ പറയാ, ഒന്ന് ആലോചിക്കാനുള്ളൂ. അതൊക്കെ നടപ്പാക്കി കഴിഞ്ഞാലും നമ്മൾ ആരെയും വേർതിരിച്ച് നിർത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അവർക്കെതിരെ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ പോലും നമുക്ക് എല്ലാവരും അവരെ ചേർത്ത് നിർത്താം. അതായത് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ ചേർത്ത് നിർത്താം. ഒരിക്കലും വേർതിരിക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ഒരു പ്രതിഷേധങ്ങൾ ആക്കേണ്ട ഒരു കാര്യമില്ല എന്നേ പറയുള്ളൂ. പിന്നെ മതത്തിന്റെ പേരുള്ള ഒരു വേർതിരിവ് എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വേർതിരിവാട്ടോ. സ്കൂളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ, ഏതാ കാസ്റ്റ് എഴുതാനായിട്ട് പറയും. എന്തിനാ കാസ്റ്റ് എഴുതാൻ പറയണത്? വിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ പല വീടുകളിലെ കുട്ടികൾ പല ടൈപ്പിൽ പല കൾച്ചറിലുള്ള കുട്ടികൾ വരുന്നതാണ്. അവരെല്ലാവരും ചേർന്ന് നല്ല ഭംഗിയായിട്ടാണ് ആ വിദ്യാലയങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലേ. അതായത് അവരുടെ സംസാരം, അവരുടെ പഠനം, അവരുടെ ഒരു സ്വഭാവങ്ങൾ എല്ലാം തന്നെ വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുക. ഒരുമയുടെ ഒരു രൂപമാണ് അവിടെ കാണുന്നത്. അവർക്കെതിരെയാണ് ശരിക്കും നമ്മളെ ജാതി, മതം, വർഗം, ലിംഗം എന്നൊക്കെ പറഞ്ഞ് കുത്തിക്കയറ്റി നടക്കുന്നത് അല്ലേ. നമ്മൾ അവിടെ പോയിട്ട് പറയും, നീ ഏതറാ ജാതി, നീ ഏതറാ മതം, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഫ്രണ്ട്സിനോട് അങ്ങനെ ചോദിക്കാറില്ല അല്ലേ. പക്ഷെ നമ്മളെ ചോദിക്കാൻ ഇടവരുത്തുന്ന കുറെ സാഹചര്യങ്ങളുണ്ട്. ഈ ജാതി സർട്ടിഫിക്കറ്റ്, ഈ നമ്മൾ സ്കൂളുകളിലൊക്കെ തരുന്ന ഫോമുകൾ, ഇതിലൊക്കെ തരുന്നുണ്ട്. എടി നീ ഏതാടി കാസ്റ്റ്, എടാ നീ ഏതാടാ കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു സാമ്പിൾ പറയുകയാണെങ്കിൽ മാട്രിമോണി കണ്ടിട്ടില്ലേ? മാട്രിമോണിയിൽ ഈഴവ മാട്രിമോണി, ക്രിസ്ത്യൻ മാട്രിമോണി, മുസ്ലിം മാട്രിമോണി, എന്താ പറയുക SC മാട്രിമോണി, കുറെ മാട്രിമോണി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പോ ഇവിടെ വേർതിരിവുണ്ടല്ലേ. അപ്പോൾ ഇത്തരം വേർതിരിവുകളൊക്കെ തന്നെയാണ് നമ്മുടെ വളർന്നു വരുന്ന തലമുറകളും കാണുന്നത്. അവരിത് തന്നെ ആവർത്തിക്കും. ഈ ഒരു സത്യഭാമ നടത്തിയ ഒരു പ്രസ്താവന കൊണ്ട് മാത്രം നമ്മൾ അതിനെതിരെ പ്രതികരിച്ചു അല്ലെ. പലരും പ്രതികരിച്ചു. സോഷ്യൽ മീഡിയ വഴി എല്ലാതെയും ഒക്കെ പ്രതികരിച്ചു. ഇപ്പൊ അവർക്ക് നേരെ സൈബർ ആക്രമണം വരെ നടക്കുന്നുണ്ട്. റീൽസ് ഒക്കെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പ്രതികരിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇതിനുള്ള അർഹതയുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രതികരിക്കുന്നത് ശരിയാണോ? കാരണം നമ്മൾ അത് തന്നെയല്ലേ ആവർത്തിക്കുന്നത്. നമ്മൾ അടുത്ത ദിവസം ഇതൊരു 4-5 ദിവസം ന്യൂസായിട്ട് നിൽക്കും അല്ലെ. ന്യൂസ് ചാനലിലൊക്കെ അങ്ങോട്ട് തീ പാളുന്ന ഒരു ന്യൂസായിട്ട് നിൽക്കും. കുറെ കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മാഞ്ഞു പോകും. വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതുപോലെ ആരെങ്കിലും ഒന്ന് പറയും, വീണ്ടും അത് കുത്തിപ്പൊക്കിട്ട് ഒരു ന്യൂസാക്കി വരും. അത്രേ ഉള്ളൂ. പക്ഷെ ഇത് തന്നെയാണ് നമ്മൾ ആവർത്തിക്കുന്നത് അല്ലേ. ജോലി സ്ഥലങ്ങളിൽ പോകുമ്പോഴും അതുപോലെ തന്നെ ഒരാളുടെ ഇടപഴകുമ്പോൾ ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് അല്ലേ. മറ്റൊരാളുടെ കളറിനെ, മറ്റൊരാളുടെ പോരായ്മയെ, മറ്റൊരാളുടെ എന്താ പറയുക ജാതി മതത്തെ ഒക്കെ ആക്ഷേപിച്ച് അതുപോലെ അവരെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ച് ഇത് തന്നെ തുടർന്നു പോകുന്നുണ്ട്. നമ്മുടെ തലമുറയിൽപ്പെട്ട ഇല്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറകളും ഇത് തന്നെയാണ് കണ്ടു വളരുന്നത് അല്ലേ. ഇതിനൊക്കെ എൻഡിങ് ഇടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അവനവൻ സ്വയം അങ്ങോട്ട് മാറുക. കാരണം ഐ എം ദി ചേഞ്ച്. നമ്മളിലെ മാറ്റമാണ് ഒരു സമുദായത്തിന് വേണ്ടത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, നീ നന്നായാൽ നിന്റെ വീട് നന്നായി, വീട് നന്നായാൽ നാട് നന്നായി, നാട് നന്നായാൽ ഈ ലോകമേ നന്നാകുമെന്ന്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളിൽ ഓരോരുത്തർക്കും മാറ്റങ്ങൾ ഉണ്ടാവണം. സ്വയം മാറുക.
നമ്മളിലെ മാറ്റമാണ് നാളെ വളർന്നു വരുന്ന തലമുറയ്ക്ക് പുതിയ മാതൃക എന്ന് പറയുന്നത്.